കൊച്ചിയിൽ ജെയിൻ സർവകലാശാല ആതിഥേയത്വം വഹിക്കുന്ന സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ 2025 പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ടെസ്ല കാറിന്റെ എക്സ് മോഡൽ. കാർ കാണാൻ മാത്രം ഇവിടേക്ക് എത്തുന്നവരും ഒരുപാടുണ്ട്. ഇന്ത്യൻ നിരത്തുകൾക്കധികം പരിചിതമല്ലാത്ത, കേരളം അധികം കണ്ടിട്ടില്ലാത്ത ഇലോൺ മസ്കിന്റെ ടെസ്ല അത് കൂടുതൽ ആളുകൾക്ക് അടുത്തറിയാനും കാണാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സർവകലാശാല ഡയറക്ടറായ ടോം ജോസഫ് വിമാനത്തിൽ കയറ്റി ഈ ടെസ്ല ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന്റെ നമ്പർ പ്ലേറ്റിൽ തന്നെ ഈ ഫ്യൂച്ചർ എന്ന രീതിയിലാണ് ഇതിന്റെ നമ്പർ പ്ലേറ്റ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വാഹനപ്രേമികളായ യുവാക്കളുടെ ഒരു സ്വപ്നവാഹനമാണോ ടെസ്ല? തീർച്ചയായും വാഹനപ്രേമികൾക്ക് എല്ലാവർക്കും ഇതുപോലത്തെ ഒരു മുതലെടുക്കണമെന്നൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാവും. കാര്യം എലോൺ മസ്ക് എന്ന് പറയുന്ന ഒരു തിങ്കർ, ആ പുള്ളിയുടെ ഒരു വൺ ഓഫ് എ മാജിക് ആണ് ഈ വണ്ടി എന്ന് പറയുന്നത്. ബിക്കോസ് ഇത് എനിക്ക് തോന്നുന്നു ലോകത്തിൻ്റെ ഫസ്റ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് കാറാണ്. ദെൻ മോഡൽ എക്സിനെ സംബന്ധിച്ച് തന്നെയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫ്ലൈയിങ് ഡോർസ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ്. പിന്നെ സെൽഫ് ഡ്രൈവൺ വണ്ടി കൂടിയാണ്. ലോകത്തിലെ ഫസ്റ്റ് സെൽഫ് ഡ്രൈവൺ വണ്ടിയാണ്. ഇതിനകത്ത് ഓട്ടോ പൈലറ്റ് മോഡ് നമുക്ക് ഒരിക്കലും കേരളത്തിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ട്രാഫിക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. ടെസ്ല ഇവിടെ ഉണ്ട് എന്നുള്ളത് ടെസ്ല അതൊരു വലിയൊരു ആകർഷണമായിരുന്നു ഈ സമ്മിറ്റിലേക്ക് വരുമ്പോൾ. അതെ, ടെസ്ല ഉണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഫസ്റ്റ് അട്രാക്ഷൻ അതായിരുന്നു. കാരണം ഇത് നമുക്ക് എന്തായാലും കേരളത്തിൽ കാണാൻ പറ്റാത്തൊരു വണ്ടിയാണ്. ഞങ്ങളൊക്കെ ഈ റിവ്യൂസും യൂട്യൂബിലേ കണ്ടിട്ടുള്ളൂ, നേരിട്ട് അങ്ങനെ കണ്ടില്ല. അപ്പം ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കൊണ്ടുവന്നപ്പോഴും അകത്തോട്ട് കയറാൻ പറ്റി. നമ്മൾക്ക് വല്ലപ്പോഴും കാണാൻ പറ്റുന്ന ഒരു ഭാഗമില്ല ഇതേപോലുള്ള വണ്ടികൾ. സോ അതിൻ്റെയൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എനിക്കധികം വണ്ടികളെ പറ്റി അറിയില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഹൈബ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണിത്. അപ്പം നമ്മുടെ കേരളത്തിലൊക്കെ ഭയങ്കര കുറവായിട്ടുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോഴൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് നമ്മൾ വീഡിയോസിലും ഫോട്ടോസിലും മാത്രമേ കണ്ടിട്ടുള്ളൂ, പിന്നെ പുറത്തുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഭാവിയുടെ ഒരു വാഹനം, അതായത് ഫ്യൂച്ചറിനെ ഊന്നിയാണ് ഈ സമ്മിറ്റ് നടക്കുന്നത് തന്നെ. ഈ ടെസ്ല കമ്പനിയുടെ ദീർഘവീക്ഷണം, സുസ്ഥിരത, വേഗത ഇതൊക്കെ മുൻനിർത്തിയാണ് കൂടുതൽ അടുത്തറിയാനായിട്ട് ഈ സമ്മിറ്റിലേക്ക് വാഹനം UK-യിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്. കൃഷ്ണകുമാറിനൊപ്പം ജൂലിയറ്റ് സെബാസ്റ്റ്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.